ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു fezuskitchen. ഞാനിന്ന് KFC സ്റ്റൈലിലുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിനോട് കൂടെ ഞാനൊരു സോസ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ വലിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കന് വേണം എടുക്കാൻ, സ്കിന്ന് കളയരുത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. 1/2 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 മീഡിയം സൈസ് എഗ്ഗ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഈ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണക്കി പൊടിച്ചെടുത്താലും മാത്രം മതി. 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനെഗർ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. മിക്സ് ചിക്കനിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കവർ ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. അല്ലെങ്കിൽ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ച് ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ച് ചിക്കൻ ഒരു കോട്ടിങ് കൊടുക്കണം. അതിനു വേണ്ടി ഒരു 2 കപ്പ് മൈദ എടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ, 3 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ തരിച്ചെടുക്കുകയാണെങ്കിൽ ആ പൊടികൾ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടും. കോട്ടിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ബ്രോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കനും ബ്രോസ്റ്റ് പൗഡറും പിന്നെ കുറച്ച് തണുത്ത വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ചിക്കന് കോട്ടിംഗ് പൗഡറിലേക്കിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും തണുത്ത വെള്ളത്തിൽ നിന്നെടുത്ത് കോട്ടിംഗ് പൗഡറിലേക്കിട്ട് വീണ്ടും കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒരുപോലെ തന്നെ ഈ കോട്ടിംഗ് പൗഡർ ആക്കി കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഓയിൽ ഒരുപാട് അങ്ങ് ചൂടാവരുത്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിലിട്ട ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ.
അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്ത് കിട്ടുകയുമില്ല. ഇതുപോലെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഓയിലിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. 15 മിനിറ്റാണ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓയിലിൻ്റെ ചൂട് കൂടിപ്പോകരുത്, അപ്പോൾ ആ കോട്ടിംഗ് എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള KFC സ്റ്റൈലിലുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്, ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സോസ് കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനോടുകൂടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്